എന്തെങ്കിലും ഒരിക്കൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. അന്ന് രാജ്യത്തുള്ള എല്ലാ കരിനിയമങ്ങളും എടുത്ത് ദൂരെ എറിയും. ആ അസുലഭ കാലഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ലീഗ്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയത്. ആ പ്രകടന പത്രിക കണ്ടതോടെ ലീഗിന് യഥാർത്ഥത്തിൽ ഹൃദയാഘാതം വന്ന അവസ്ഥയായി. കുറച്ചു നാളുകളായിട്ട് കോൺഗ്രസ് ലീഗിനെ വളരെയധികം തഴയുന്നതായി ലീഗ് തന്നെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയൊരു കൊലച്ചതി അതും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ലീഗ് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്തരമൊരു നീക്കമായിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലീഗിന് പ്രാണവേദന, കോൺഗ്രസിന് വീണവായന. അതാണ് ഇന്ന് രാജ്യത്ത് ലീഗ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം. അതൊരു പക്ഷേ BJP ഇതര എല്ലാ പാർട്ടികളും അതിനെതിരെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിന് അവിടെ നിലപാടെടുക്കുന്നതിൽ പാളിച്ച പറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ CAA പറ്റി അഥവാ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി യാതൊരു തരത്തിലുള്ള പരാമർശവുമില്ല. എന്നാൽ അതേസമയം തന്നെ നോട്ട് നിരോധനത്തെ പറ്റിയും ഇലക്ട്രൽ ബോണ്ടിനെ പറ്റിയും എല്ലാം തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എടുത്തു പറയുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, പെഗാസസിനെ പറ്റി പോലും കോൺഗ്രസ് കൃത്യമായി തന്നെ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസ് CAA പറ്റി ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്ന ചോദ്യം ലീഗിനെ വളരെയധികം അസ്വസ്ഥമാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാർലമെന്റിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വരുന്ന ബില്ലുകളിൽ പോലും കോൺഗ്രസിന്റെ നിലപാടുകൾ അത് ഇരട്ടത്തപ്പായി മാറുന്നുണ്ട്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയെയും ഹിന്ദു വോട്ടുകളെയും കണ്ടുകൊണ്ട് മാത്രം കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ യഥാർത്ഥത്തിൽ ലീഗിന് വലിയ തിരിച്ചടിയാവുകയാണ്. എൻഐയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമം പാസാക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് മൗനാനുമതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ലീഗ് എംപിമാരും പാർലമെന്റിന് പുറത്തിറങ്ങി നിന്ന് പ്രതിഷേധിച്ച സാഹചര്യത്തിൽ അപ്പോഴും കോൺഗ്രസിന് പിന്തുണ അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ലീഗ് തങ്ങളുടെ നിലപാട് തുറന്നു പറഞ്ഞതാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പിന്തുണയും തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് ലീഗ് കൃത്യമായി തന്നെ പറഞ്ഞതാണ്. പൗരത്വ ഭേദഗതി നിയമവിഷയത്തിലും കോൺഗ്രസിന്റേത് ഉറപ്പില്ലാത്ത നിലപാട് തന്നെയാണെന്ന് ലീഗ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പൗരത്വം മതാധിഷ്ഠിതമാക്കുന്ന നിയമത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തുടക്കം മുതൽ മടിച്ചു എന്നതും ലീഗിനെ അസ്വസ്ഥരാക്കുന്നുണ്ട്. 2019 ഡിസംബറിൽ BJP സർക്കാർ നിയമം പാസാക്കിയപ്പോൾ പാർലമെന്റിൽ ഇതിനെ ശക്തമായി എതിർക്കാനും കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുന്ന നിയമത്തിനെതിരെ രാജ്യമെമ്പാടും പ്രക്ഷോഭം ആലയടിച്ചപ്പോഴും കോൺഗ്രസ് മടിച്ചു നിന്നു. മാർച്ച് 15 വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ CAA പിൻവലിക്കുമോ എന്ന് ആരാഞ്ഞപ്പോൾ ആലോചിച്ചു പറയാമെന്ന് മാത്രമാണ് മല്ലികാർജ്ജുന ഖാർഗെ പരിഹസിച്ചത്. KC വേണുഗോപാൽ പോലും ഒപ്പമുണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. വയനാട് MP കൂടിയായ രാഹുൽ ഗാന്ധിയും CAA ചട്ടങ്ങളോട് പ്രതികരിച്ചില്ല എന്നുള്ളതും ലീഗിനെ അസ്വസ്ഥരാക്കി. CAA ചട്ടങ്ങളുടെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഔദ്യോഗിക പ്രസ്താവന കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുത തന്നെയാണ്. കോൺഗ്രസിന്റെ പോഷക സംഘടനകളും ഇതേ കാര്യത്തിൽ നിശബ്ദതയിലാണ്. പൗരത്വ ഭേദഗതി ചട്ടങ്ങളെ തുടർന്ന് എതിർത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്. പൗരത്വ ഭേദഗതിയുടെ കാര്യത്തിലും മൃദുഹിന്ദുത്വ നിലപാടിന്റെ തുടർച്ച തന്നെയാണ് കോൺഗ്രസ് സമീപിക്കുന്നത്. അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതിനെതിരെ സ്വാഗതം ചെയ്തതിന് പിന്നാലെയാണ് CAA ചട്ടങ്ങൾ വന്ന സാഹചര്യത്തിൽ അതിന് അനുകൂലമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കോൺഗ്രസ് ഭരണത്തിലുള്ള 3 സംസ്ഥാനങ്ങളും CAA ചട്ടങ്ങൾക്കെതിരായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ ലീഗിന് എന്താണ് പറയാനുള്ളതെന്ന് INL ചോദിക്കുന്നുണ്ട്. CAA വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒരക്ഷരം പോലും ഉരിയാടാത്തതിൽ മുസ്ലിം ലീഗിന് എന്താണ് പറയാനുള്ളതെന്നറിയാൻ മതനിരപേക്ഷ വിശ്വാസികൾക്ക് അവകാശമുണ്ടെന്ന് INL പറഞ്ഞിരുന്നു. ആഗോള സമൂഹം പോലും ആശങ്ക പ്രകടിപ്പിച്ച ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കുന്ന ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് ദീക്ഷിക്കുന്ന മൗനം കൊടും വഞ്ചന തന്നെയാണ് എന്നാണ് INLന്റെ അഭിപ്രായം. പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്ന CAA രാജ്യത്തെ 25 കോടി വരുന്ന ന്യൂനപക്ഷങ്ങളിൽ ഉയർത്തുന്ന ഉത്കണ്ഠ കണ്ടില്ലെന്ന് നടിക്കുന്ന കോൺഗ്രസ് സമീപനത്തോട് ലീഗ് നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ആശ്ചര്യം തന്നെയാണ്. CAA വിഷയത്തിൽ UDF നടത്തിയ ഏതാനും നൈറ്റ് മാർച്ചുകൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയാടാനുള്ള കപട നാടകമാണെന്ന് ഇതോടെ വ്യക്തമായി എന്നും INL കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇനിയും കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെയും മതനിരപേക്ഷ വിശ്വാസികളുടെയും രോഷം ഏറ്റുവാങ്ങണമോ എന്ന് തീരുമാനിക്കാനുള്ള അവസാനത്തെ അവസരമാണ് ലീഗിന് മുന്നിൽ വന്നു ചേർന്നിരിക്കുന്നതെന്ന് INL സംസ്ഥാന സെക്രട്ടറി കാസിം ഇരിക്കൂർ പ്രസ്താവനയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസിന് മൃദുഹിന്ദുത്വ നയമാണെന്ന കടുത്ത വിമർശനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. CAA വിഷയമുയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുത്ത റാലികളിൽ സമസ്ത പങ്കാളിയായതും കോൺഗ്രസിനെ സംശയദൃഷ്ടിയിൽ കാണുന്നതിനാലാണ്. സുന്നി സംഘടനകൾക്കൊപ്പം തന്നെ മുജാഹിദ് വിഭാഗങ്ങളും കോൺഗ്രസിന്റെ നയത്തിൽ അസ്വസ്ഥരാണ്. BJPയിൽ നിന്നുള്ള രക്ഷയ്ക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് എന്തു കാര്യമെന്ന ചോദ്യമാണ് പ്രകടന പത്രിക വന്നതോടെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ വരെ ഇക്കാര്യത്തിൽ സുന്നി ജമാഅത്ത് സംഘടനകൾ പരസ്യ പ്രതികരണത്തിന് ഇല്ല എന്ന നിലപാട് ആദ്യം തീരുമാനിച്ചതാണ്. ഇങ്ങനെയെല്ലാം ആണെങ്കിലും അപ്പോഴും ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം തന്നെയാണോ
ലീഗിനെ ചൊടിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം. യഥാർത്ഥത്തിൽ CAA മാത്രമല്ല ലീഗിന്റെ പ്രശ്നം തുടങ്ങുന്നത് കാലങ്ങൾക്ക് മുൻപേ തന്നെയാണ്. അതായത് പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പണ്ട് മുതലുള്ള മൃദുഹിന്ദുത്വ സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുമല്ലെങ്കിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുമല്ലെങ്കിൽ ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇനി അതൊന്നുമല്ലെങ്കിൽ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ എല്ലാ വിഷയങ്ങളും ലീഗിന്റെ വളരെ വലിയ രോഷമുണ്ടാക്കുന്ന തരത്തിൽ കോൺഗ്രസിന്റെ സമീപനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ പലപ്പോഴും കോൺഗ്രസ് വോട്ടിന് വേണ്ടി മാത്രം ലീഗിനെ കൂടെ നിർത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് യഥാർത്ഥത്തിൽ വയനാടും ആലപ്പുഴയും സംഭവിച്ചത്. അതായത് റോഡ് ഷോകളിൽ നിന്നെല്ലാം തന്നെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാകകൾ മാറ്റി നിർത്തിയത്. അതായത് കൃത്യമായി തന്നെ കോൺഗ്രസ് ആരെയോ ഭയക്കുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ആ പ്രവൃത്തികളെല്ലാം തന്നെ കാണിച്ചു തരുന്നത്. ലീഗിന്റെ കൊടി ഉയർത്താൻ സാധിക്കാത്തതിനാൽ കോൺഗ്രസ് സ്വന്തം പതാക പോലും മാറ്റി നിർത്തി എന്ന് പറയുന്ന ആക്ഷേപകരമായ ഒരു ദൗത്യത്തിനാണ് കോൺഗ്രസ് തുടക്കം കുറിച്ചത് എന്നുള്ളത് ഏറെ വിമർശിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇക്കുറി 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഥവാ UDFിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പ് തന്നെയാണ്, കൃത്യമായുള്ള നിലപാടില്ലായ്മ തന്നെയാണ്. ഇനി നിലപാടെടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ വരുന്ന കാലതാമസവുമാണ്.